ഫാമിലി. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ കുട്ടികളെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ക്ലാസ് 7 എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, മിസ്സിന് അറിയാം. ആൻഡ് ഈ ഒരു വർഷം നമ്മൾക്ക് ക്ലാസ് 7 എക്സാമിൻ്റെ കൂടെ തന്നെ USS എക്സാമും കൂടെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സ്കോളർഷിപ്പ് നമുക്ക് വാങ്ങിയെടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ അതായത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് ഇപ്പോൾ സ്കൂൾസിലൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. അതുപോലെ USSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ മിസ് ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ കുട്ടികൾ ക്ലാസ് 7ഉം അതേപോലെ തന്നെ USS എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് ഇല്ല എന്നുള്ള ഒരു ആൻസർ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാത്തത്? ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഓക്കെ ഇനി ഓൺ എക്സാം അല്ലേ, ക്രിസ്മസ് എക്സാം അല്ലേ, ഫൈനൽ എക്സാം അല്ലേ, USS അവസാനമല്ലേ വരുന്നത്, ഡിസംബർ കഴിഞ്ഞിട്ടല്ലേ എന്നൊക്കെ ആലോചിച്ച് ആ സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മിസ്സിന് ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്, നമുക്ക് USS കിട്ടാനുള്ള ചാൻസ് ബാക്കോട്ടേക്ക് നിങ്ങൾക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഈ വർഷമെങ്കിലും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്കോർ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾ ഒന്നും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും അതുപോലെ ഫൈനൽ എക്സാമിനും ഫുൾ മാർക്ക് നേടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങൾ കുറേ മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നൊന്നുമല്ല, കുറച്ച് സമയമെങ്കിലും USSനും അതേപോലെ തന്നെ ക്ലാസ് 7ൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അപ്പോൾ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാം വിന്നർ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ് 7ൻ്റെ ബാച്ച് സൃഷ്ടി ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കേരളത്തിലെ കുട്ടികൾ ഇപ്പോൾ പല ബാച്ചുകളിലായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇപ്പോഴെങ്കിലും, അതായത് ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അയ്യോ ഞാൻ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ കുട്ടികൾക്ക് വരും. സോ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ക്ലാസ് 7 നിങ്ങൾക്ക് അറിയാം USS എക്സാം നോക്കുകയാണെങ്കിൽ ക്ലാസ് 7 തന്നെയാണുള്ളത്. അപ്പോൾ ക്ലാസ് 7ൻ്റെ ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവായിട്ട് എടുത്തു തരും. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തരും. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്തു പോകാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. ഈ വർഷം USS നമുക്ക് നേടിയെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന മക്കളാണെങ്കിൽ നാളെ കൃത്യം 7 മണിക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി ഇവൻ്റ് ഉണ്ടായിരിക്കും. നമ്മളുടെ ക്ലാസ് 7 സൃഷ്ടി ബാച്ചിൻ്റെ ബാച്ച് ലോഞ്ച് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ബാച്ചിൽ നടക്കാൻ വേണ്ടി പോകുന്നത്, ഇനി ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ നാളത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ എൻ്റെ കുട്ടികൾ നാളത്തെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഇപ്പം തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. 7 മണിക്ക് അലാം വെച്ചോ. നാളെ കൃത്യം 7 മണിക്ക് നമുക്ക് ഇവൻറ്റിൽ കാണാം. താങ്ക് യു.